ഇതൊരു ബ്രാൻഡഡ് നോക്കിയയോ സാംസങ് ഫോണോ അല്ല. പക്ഷേ 2007 മുതൽ 2010 കാലഘട്ടത്തിൽ മാർക്കറ്റിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു PDA സ്റ്റൈൽ ടച്ച് മൊബൈലാണ്. മുകളിൽ PDA മൊബൈൽ എന്നും താഴെ ഷോയിങ് ദ ഡ്രീം എന്നും എഴുതിയിരിക്കുന്ന ഈ ഫോൺ ആ കാലത്ത് സ്മാർട്ട് ഫോൺ പോലെ തോന്നിപ്പിച്ച ഒരു ബജറ്റ് ഡിവൈസ് ആയിരുന്നു. അന്നത്തെ കാലത്ത് ടച്ച് സ്ക്രീൻ എന്നത് ഒരു വലിയ കാര്യമായിരുന്നു. ഈ ഫോണിൽ ഉണ്ടായിരുന്നത് ഒരു റെസിസ്റ്റീവ് ടച്ച് സ്ക്രീൻ അഥവാ നമുക്ക് അമർത്തി ഉപയോഗിക്കേണ്ട ഒരു ടച്ച് സ്ക്രീൻ ആയിരുന്നു. പലപ്പോഴും സ്റ്റൈലസ് പെന്ന് ഉപയോഗിച്ചാണ് ആളുകൾ ഇത് ഓപ്പറേറ്റ് ചെയ്തിരുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ടച്ച് സ്ക്രീൻ ഉണ്ടായിരുന്നിട്ടും താഴെ മുഴുവൻ നമ്പർ കീപാഡും ഉണ്ടായിരുന്നു. അതായത് ടച്ച് പ്ലസ് ബട്ടൺ കോമ്പിനേഷൻ. കൂടാതെ കോളന്റ് ബട്ടണും പ്രത്യേകമുണ്ടായിരുന്നു. ഏറ്റവും ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഫോണിൽ ഉണ്ടായിരുന്ന റൗണ്ട് നാവിഗേഷൻ വീലാണ്. അന്നത്തെ വിൻഡോസ് മൊബൈൽ ഫോണുകളുടെ സ്റ്റൈൽ കോപ്പി ചെയ്ത ഒരു ഡിസൈൻ ആയിരുന്നു ഇത്. മുകളിൽ തന്നെ ബ്ലൂടൂത്ത് ലോഗോ കാണാം. അതായത് ബ്ലൂടൂത്ത് സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഡുവൽ സിമ്മും മെമ്മറി കാർഡ് സ്ലോട്ടും ഉണ്ടായിരുന്നു. മിനി USB ചാർജിംഗ് പോർട്ട്, 1.3 മെഗാപിക്സൽ ക്യാമറ എന്നിവയും ഈ ഡിവൈസിൽ ഉണ്ടായിരുന്നു. ഈ ഫോൺ ശരിക്കും വിൻഡോസ് മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിച്ചിരിക്കാം, അല്ലെങ്കിൽ വിൻഡോസ് പോലെ കാണുന്ന ഒരു ജാവ അടിസ്ഥാനമാക്കിയ സിസ്റ്റം ആയിരുന്നിരിക്കും. ആ കാലത്ത് ആൻഡ്രോയിഡ് ഇത്രയും പവർഫുൾ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള PDA സ്റ്റൈൽ ഫോണുകൾ സാധാരണ ആളുകൾക്ക് ഒരു സ്മാർട്ട് ഫോൺ ഫീലിംഗ് കൊടുത്തിരുന്നു. സ്മാർട്ട് ഫോണുകളുടെ പരിണാമത്തിൽ ഇത്തരം ഫോണുകളും ടച്ച് സ്ക്രീനും ജനപ്രിയമാക്കാൻ സഹായിച്ച ഒരു മോഡലായിരുന്നു ഈ ഡിവൈസ്.